സംസ്ഥാനത്ത് ഒരു മാസത്തെ പെൻഷൻ അനുവദിച്ചു. മാർച്ച് 15-ന് വിതരണം ആരംഭിക്കുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചു. ഏപ്രിൽ മുതൽ അതത് മാസം പെൻഷൻ നൽകാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. നികുതി വിഹിതവും മറ്റു വരുമാനവും നിഷേധിച്ചും അർഹതപ്പെട്ട കടമെടുക്കാനുള്ള അനുവാദം തരാതെയും ഞെക്കിക്കൊല്ലാനാണ് ശ്രമമെന്നും അദ്ദേഹം പറഞ്ഞു. 7 മാസമായി സംസ്ഥാനത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ്. ഇതിൽ ഒരു മാസത്തെ പെൻഷനാണ് ഈ മാസം 15 മുതൽ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി അറിയിച്ചത്. മസ്റ്ററിംഗ് നടത്തിയ മുഴുവൻ പേർക്കും തുക ലഭിക്കും. പതിവ് പോലെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീട്ടിലും പെൻഷൻ എത്തിക്കും. ഏപ്രിൽ മുതൽ അതാത് മാസം പെൻഷൻ ലഭ്യമാക്കാനുള്ള നടപടികൾ മുന്നോട്ടു പോകുകയാണെന്നും ധനമന്ത്രി വ്യക്തമാക്കി. കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നത് തുടരുകയാണെന്നും നികുതി വിഹിതവും മറ്റു വരുമാനങ്ങളും നിഷേധിച്ചും അർഹതപ്പെട്ട കടമെടുക്കാനുള്ള അനുവാദം തരാതെയും ഞെക്കിക്കൊല്ലാനാണ് ശ്രമമെന്നും ധനമന്ത്രി കുറ്റപ്പെടുത്തി. പ്രതിസന്ധികൾക്കിടയിലും ക്ഷേമ പെൻഷൻ അടക്കം നൽകി ജനങ്ങൾക്ക് ആശ്വാസകരമായ പ്രവർത്തനങ്ങളുമായാണ് സംസ്ഥാനം മുന്നോട്ടു പോകുന്നതെന്നും ധനമന്ത്രി വ്യക്തമാക്കി. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പെടുത്തിരിക്കെ പെൻഷന്റെ കാര്യത്തിൽ നടപടിയുണ്ടായില്ലെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാവുന്ന മുന്നറിയിപ്പ് CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ നൽകിയിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.